ഓക്കെ. അപ്പോൾ എന്താ യങ്സ് മോഡുലസ് നോൺ യൂണിഫോം ബെൻഡിങ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം എടുത്തിട്ടാണ് ഞാൻ എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഇറങ്ങി പോയത്. അപ്പോൾ ഐ തിങ്ക് ഐ നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ് എക്സ്പെരിമെൻറ്റ് വെരി വെൽ. അപ്പോൾ നമ്മൾ ഇതൊരു സ്കെയിലാണ്. ഈ ഫിഗറിൽ മനസ്സിലാകുന്നത് ഇതൊരു സ്കെയിലാണ്. അതേപോലെ നമ്മളെ വെയിറ്റ് നമ്മളിവിടെ ഒരു പിന്ന് വെച്ചിട്ടുണ്ടാവും. ഈ ഡോട്ടിൽ നമ്മളൊരു പിന്ന് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ പിന്ന് കണ്ടിട്ടുണ്ടാവില്ല. ആ പിന്നിന് നമ്മൾ ഏകദേശം അതിൻ്റെ നടുവിലായിട്ട് എന്ത് ചെയ്യും, അതായത് ഈ പറയുന്ന ഫിഗർ ആക്ച്വലി ഈ പറയുന്ന സ്കെയിൽ ബെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടിടക്കും വെക്കും, ഒരു സപ്പോർട്ട് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതേപോലെ സപ്പോർട്ട് വെച്ച ശേഷം അതൊരു പെർട്ടിക്കുലർ ഈ സെൻറ്ററിൽ നിന്ന് ഇത്ര ഒരു ഡിസ്റ്റൻസ്, അതേപോലെ ഇവിടുന്ന് ഇത്ര ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് നമ്മളിവിടെ കുറച്ച് വെയിറ്റ്, ഒരു ഡെഡ് ലോഡ് ആദ്യം വെക്കും. ഒരു കൊളുത്ത് പോലത്തെ സാധനത്തിനോട് ഡെഡ് ലോഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 ഗ്രാമാണ്. ഓൾറെഡി അത് ഇൻബിൽട്ട് ആയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ നമ്മൾ പൊതുവേ അവിടെ 100 ഗ്രാമിൻ്റെ വെയിറ്റും ഉണ്ട്, 50 ഗ്രാമിൻ്റെ വെയിറ്റും ഉണ്ട്. നമ്മൾ ഇട്ടത് 100 ഗ്രാമിൻ്റെ വെയിറ്റാണ്. അപ്പോൾ എന്ന് പറയുന്ന അതിൽ 100 ഗ്രാം എന്നാണ്. അതിനെ കിലോഗ്രാമിലേക്ക് വരുമ്പോൾ 0.1 kg. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ മെല്ലെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് സ്കെയിൽ ബെൻഡായി വരുന്നുണ്ട്. അപ്പോൾ ആ ബെൻഡായി വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ്, ആ ബെൻഡിങ്ങിനെ കാണേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ് ഈ പറയുന്ന ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് പറയുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം ഈ സ്കെയിലൂടെ വെച്ചിട്ട് അത് ജസ്റ്റ് നോർമൽ കണ്ടീഷനിൽ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എടുക്കുമ്പോൾ ഓക്കെ ഇതിലിപ്പോൾ ആദ്യത്തെ പെട്ടി നമ്മൾ കാണും. പക്ഷേ ആദ്യത്തെ പെട്ടിക്ക് മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാനിവിടെ ഒരു ഗ്രാഫിനിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത് ഒബ്സർവേഷൻ ആൻഡ് ടാബുലേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ലീസ്റ്റ് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ വാല്യൂ ഓഫ് 1 MSD 0.5 മില്ലിമീറ്ററാണ്. ആ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ സെൻറ്റിമീറ്ററിലാണ് പൊതുവെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യാറ്. എന്നിട്ട് അതിന് നമുക്ക് പിന്നെ മീറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. പക്ഷേ കൺവെൻഷനലി സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് ഇത്ര എന്ന് പറയുമ്പോൾ 0.05 സെൻറ്റിമീറ്ററാണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ട് മനസ്സിലായി. നമ്മൾ അതിൻ്റെ വെർട്ടിക്കലായിട്ടില്ല, അതായത് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഒരിതിലാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. അതിലിപ്പോൾ ഇങ്ങനെ 1, അതായത് 11, 12, 13, 14 അങ്ങനെ പറഞ്ഞിട്ട്, അതായത് 0 മുകളിലേക്ക് പോകുന്നതോറും അത്രയും ഉണ്ടാവും. അതേപോലെ അതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് ഒരു പെട്ടി പോലെ ഒരു ചെറിയൊരു സ്ക്വയറിൻ്റെ ഉള്ളിൽ അതിൽ 50 ഡിവിഷൻ ഇങ്ങനെ 50 എന്തുണ്ടാവും, ഒരു ലൈൻസ്, കുഞ്ഞു ലൈൻസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ വെർനിയർ എന്ന് പറയുന്നത്. ആ വെർനിയർ എന്ന് പറയുന്നത് 50 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതായത് 10, 10, 10, 10, 10, 10 അങ്ങനെ ഒരു 5 കട്ട ഉണ്ടാവും. 5 കട്ട എന്ന് പറയുമ്പോൾ അപ്പോൾ ടോട്ടൽ 50 ഉണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ വാല്യൂ 1 MSD ഡിവൈഡ് ബൈ n, 0.05 ഡിവൈഡ് ബൈ എന്നിൻ്റെ വാല്യൂ ആണ് 50. ആ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോൾ അത്രയും എന്ത് ചെയ്താൽ ഇവിടെ ടീച്ചർ ഇവിടെ മാർക്ക് ഓർക്കാന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ എല്ലാം എന്ത് ചെയ്യണത്, ഇവിടെ നിങ്ങൾ ഇത് എഴുതിയിട്ട് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കലല്ല, ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ വാല്യൂസ്. അതേപോലെ എന്ത് ചെയ്യണം, ഇവിടെ സെൻറ്റിമീറ്റർ എഴുതുകയും വേണം ഇതിൻ്റെ യൂണിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ ടീച്ചർ മാർക്ക് കുറച്ചുള്ളൂ. ഞാനത് എഴുതിയിട്ടില്ല, പക്ഷേ ടീച്ചറെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം മാർക്ക് ഓർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്യുക, യൂണിറ്റും കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ഓരോ സ്റ്റെപ്പിലും. ലാസ്റ്റ് ഫൈനൽ ആൻസർ 0.001 സെൻറ്റിമീറ്റർ. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള ടേബിളിലേക്ക് വന്നിട്ടുള്ളത് മൈക്രോസ്കോപ്പ് റീഡിങ്സ് ടു ഫൈൻ LQ/Y. ഈ യങ്സ് മോഡലസിൻ്റെ ഇതിൽ 2 മെത്തേഡ് ഉണ്ട് ഈ യങ്സ് മോഡലസ് കണ്ടുപിടിക്കാൻ. ഒന്ന് തിയറിറ്റിക്കൽ മെത്തേഡ്, നമ്മൾ ഈ എടുക്കുന്ന റീഡിങ്സ് വെച്ചിട്ട് നമ്മൾ തന്നെ ഇത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് ഈ LQ/Yൻ്റെ വാല്യൂ കണ്ടുപിടിക്കൂ. എന്നിട്ട് ആ പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് യങ്സ് മോഡലസിൻ്റെ, അതിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യങ്സ് മോഡലസിൻ്റെ വാല്യൂ കിട്ടും. ഞാൻ യങ്സ് മോഡലസിന് ഇവിടെ ഒരു പെട്ടി പോലും ഉണ്ടാക്കിയിട്ടുണ്ട്, Y1, Y2 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇതിൽ ചെയ്യേണ്ടത്. അത് തിയറിറ്റിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ റീഡിങ്സ് തന്നെ എടുക്കും. ഇതേ റീഡിങ്സ് നമ്മൾ പുതിയൊരു ടേബിളിൽ എഴുതിയിട്ട് അപ്പോൾ നമ്മൾ അതായത് ഇതിൽ ചെറിയൊരു കാൽക്കുലേഷനിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കാൽക്കുലേഷൻ. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഈ കിട്ടുന്ന റീഡിങ്സ് വെച്ചിട്ട് ഇതാണ് 0.06, 0.11, 0.15, അതേപോലെ അതിന് കറസ്പോണ്ടിങ് ഒരു 50 ഗ്രാം, 100 ഗ്രാം, 150 ഗ്രാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ഇതാണ് എൻ്റെ 50 ഗ്രാമിൻ്റെ തോന്നുന്നു. 50 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ഗ്രാഫായത്. അതേപോലെ നമ്മൾ ഒരു ലെങ്ത്തിൽ മാത്രം എല്ലാം എടുക്കും, അതായത് കമ്പയർ ചെയ്യേണ്ടിയിട്ട് വേറൊരു ലെങ്ത്തിനെയും കൂടി എടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു 40 സെൻറ്റിമീറ്റർ കൂടി എടുക്കും. 50 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ ചെയ്യുമ്പോൾ 50യും 40യും കുറച്ചുകൂടി 60 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത പിന്നെയും കുറഞ്ഞു വരും. അതുകൊണ്ട് 40 എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 50യും പിന്നെ 40 അത് 2 പെയറായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്.
ഇത് 50 എന്നുള്ള ഗ്രാഫ്. ഇത് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് വെച്ചിട്ട്, അതായത് ഈ AB ഡിവൈഡഡ് ബൈ BC ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അത് നമ്മൾ ഈ പറയുന്ന ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഗ്രാഫിക്കല്ലു ഈ പറയുന്ന എന്താണ് എന്നെന്തെങ്കിലും പറയാം, നമ്മളെ ഇത് തിയററ്റിക്കല്ലു ഇക്വേഷൻ സെയിം ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടേമിന് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ആ ഇക്വേഷൻ്റെ ഭാഗം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണിപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് എന്നിട്ട് എന്താ ഈ പറഞ്ഞ നമ്മൾ ലെങ്ത്ത് എടുത്ത്, അപ്പോൾ ലെങ്ത്ത് എടുക്കുമ്പോൾ ഇതാ ലെങ്ത്ത് നമ്മൾ ഫസ്റ്റ് 50 സെൻറ്റിമീറ്റർ, അതായത് ഈ 50 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിന് ഇതുണ്ട്, ആ സ്കെയിൽ ഇങ്ങനെ എടുത്ത്, അപ്പോൾ എന്താ നമ്മൾ നൈഫ് എഡ്ജ് ആണല്ലോ സാധനം, നൈഫ് എഡ്ജ് 2 എണ്ണം. അതപ്പോൾ എങ്ങനെ ഇതിപ്പോൾ 50 ഇതാണ് നടുവെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ ഈ പിന്നിനെ വെച്ച്, ഈ പിന്നിനെ നടുവിൽ വെച്ച് 50 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ ഇതെന്ത് വേണം, നമ്മൾ ഈ ഇപ്പോൾ ഇത് അതിന് കണക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സിമെട്രി വേണം. ഇങ്ങോട്ട് ഈ ഭാഗത്ത് സിമെട്രി ഉണ്ടാവണം, ഈ ഭാഗത്ത് സിമെട്രി ഉണ്ടാവണം. നമ്മളപ്പോൾ ഇത് എന്ത് ചെയ്ത് ഈ നൈഫ് എഡ്ജിനെ 25 സെൻറ്റിമീറ്ററിൽ വെച്ച്, അതേപോലെ ഈ നൈഫ് എഡ്ജിനെ 75 സെൻറ്റിമീറ്ററിൽ വെച്ച്. അപ്പം കാണുന്നുണ്ടോ, അതായത് 75 - 25 = 50. അതേപോലെ ഇവിടെ ഇതും സിമെട്രിക്കാണ്, ഇതും സിമെട്രിക്കാണ്, നടുവിലും 50 സെൻറ്റിമീറ്റർ കിട്ടി. ഇങ്ങനെ വേണം എടുക്കാൻ. നമ്മൾ തോന്നിയ പോലെ 50 കാണിക്കലല്ല, ഇതിനിവിടെ നടുക്ക് ഫിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് സിമെട്രി കാണിക്കണം, ഇവിടുന്ന് സിമെട്രി കാണിക്കണം, നടുവിലൊരു എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്ര ലെങ്ത്ത് കിട്ടണം. ഇനി 40 സെൻറ്റിമീറ്ററിന് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ 50നെ തന്നെ ഇവിടെ ഈ പിന്നെ ഇവിടെ ഫിക്സ് ആക്കിയതാണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം, ഒരു എന്താണ് ഈ പറഞ്ഞ നമ്മളെന്താ പറയേണ്ടത് 30 എടുക്കണം, പിന്നെ അതേപോലെ ഇവിടെ 70 എടുക്കണം. അപ്പോൾ എന്താ 70 - 30 എന്ന് പറയുന്നത് 40. അതായത് നമ്മളിതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്താണ് നോക്കുന്നത്, ഇവിടെ എത്രയാണ് വരുന്നതെന്നില്ല, നമ്മളിതിൻ്റെ 50 വെക്കുന്നതെങ്കിൽ. അപ്പോൾ ഇവിടെയും ഒരു സിമെട്രി ഉണ്ട്, ഇവിടെയും ഒരു സിമെട്രി ഉണ്ട്. ഇത് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സിമെട്രി കാണുന്നുണ്ടല്ലോ ഇവിടെ. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ 50 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് ഇതിനൊരു 40 സെൻറ്റിമീറ്ററിലേക്ക് ആക്കുന്നെങ്കിൽ അപ്പോൾ അതിനടുക്കായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എടുക്കുന്നത് 20 സെൻറ്റിമീറ്റർ ആക്കണം, ഇവിടെ എടുക്കുന്നത് 60 സെൻറ്റിമീറ്റർ ആക്കണം. അതാണ് ആകെയിലെ വ്യത്യാസം. ഏത് വേണമെന്നില്ല നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മൾ എനിക്കൊന്ന് 20 സെൻറ്റിമീറ്റർ ആണ്, 20ഉം 60ഉം. അപ്പോൾ അതിനടുക്കായിട്ട് എന്താ ഈ പറഞ്ഞ സെൻറ്റർ അപ്പോൾ കറക്റ്റ് ആവേണ്ടിക്കല്, ആ സെൻറ്റർ ആ ഒരു സെൻറ്ററിൽ തന്നെ കറക്റ്റ് ലോഡ് വരുന്നതെന്ന് ഉറപ്പാക്കണമെങ്കിൽ ഈ 50 സെൻറ്റിമീറ്റർ ആയിട്ട് 40 സെൻറ്റിമീറ്റർ ആക്കേണ്ടി വരും. അതാണ് ആകെയിലെ വ്യത്യാസം. എനിക്കൊന്ന് കൺഫ്യൂഷൻ ഒഴിവാക്കേണ്ടിയിട്ട് ഇത് നടുവിൽ വെച്ചിട്ട് ഇവിടെ 30ഉം 70 എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ നിങ്ങളിപ്പോൾ എന്താണ് 40 എടുക്കണം 60 എടുക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനകത്തായിട്ട് ലോജിക്കലി ചിന്തിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇതിപ്പോൾ ഫിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇവിടെ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഈ സാധനം ഇങ്ങനെയല്ല വേണ്ടത്, തിരിച്ചിട്ട് അതായത് ഒരു കറക്റ്റ് നമ്മളെന്താണ് ഈ ഹൊറിസോണ്ടലിയാണ് വെക്കേണ്ടത്. അതായത് ഇങ്ങനെ മുകളിലേക്കായി പോകുമ്പോഴില്ല താഴേക്കായി പോകുമ്പോഴില്ല, കറക്റ്റ് എന്താണ് നമ്മൾ ഐ ലെവലിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ അത് അതായത് കറക്റ്റ് എന്താണ് ഹൊറിസോണ്ടലി, അതായത് പാരലൽ ടു നമ്മളെ ഫ്ലോർ അല്ലെങ്കിൽ പാരലൽ ടു ദിസ് ഈ പറയുന്ന ടേബിളിന് കണക്കായിട്ടാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എന്താണ് നമ്മളത് കുറച്ചും കൂടി ഈ പറഞ്ഞ, അതായത് അതിന് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ ഈ വെയിറ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് വെറുതെ വെയിറ്റ് വെക്കുക. എന്നിട്ട് ഓരോ വെയിറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിൽ റീഡിംഗ് ഒന്നും എടുക്കാൻ പാടില്ല. ഇലാസ്റ്റിക് മോഡിലേക്കൊന്ന് വരണ്ടിയിട്ടാണ് അതിൽ കുറച്ച് ലോഡ് ഇട്ട് വെക്കുക. അന്നേരം ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കളിക്കുക. ആ ഇലാസ്റ്റിക് മോഡിലേക്ക് വരണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതപ്പോൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ലോഡ് മാറ്റുക. എന്നിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടിയിട്ട് ഇതിനെന്ത് ചെയ്യുക, ഈ മൈക്രോസ്കോപ്പിനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇവിടെ ഈ സാധനമാണ്, ഇവിടെ ഒരു സ്ക്രൂ കാണുന്നില്ല, ഈ സ്ക്രൂ തിരിക്കുമ്പോഴാണ് ഈ പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഇങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും വരുന്നത്. ആദ്യം നമ്മൾ പരമാവധി മുന്നോട്ടേക്ക് അടുപ്പിച്ചിട്ടേക്കും. അതായത് ഇതാണ് പിന്നെങ്കിലും പരമാവധി ഇങ്ങനെ മുന്നോട്ടേക്ക് അടുപ്പിച്ചിട്ട് ഇതിപ്പോൾ എന്താണ് അത്ര ക്ലിയർ ഇല്ലല്ലോ, കുറച്ചും കൂടി പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ ഇത് ഫോക്കസ് ആയില്ല. അതേ പ്രിൻസിപ്പിളാണ്. ഇതിപ്പോൾ അടുത്ത് നോക്കുമ്പോൾ എന്താണ് ഈ പിന്ന് ഉള്ളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണുക. എൻ്റെ കൈ വരലാന്ന് വിചാരിക്കും. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ബാക്കോട്ട് ആയി കഴിഞ്ഞാൽ കണ്ട എൻ്റെ കൈ ഇപ്പോൾ നല്ല രീതിയിൽ കാണുന്നില്ല, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നിനും കാണും. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്രോസ് വയർ ആണല്ലോ കാണുക. അപ്പോൾ ഈ പിന്നെന്ത് ചെയ്യണം, ഇവിടെ ആ പിന്നിൻ്റെ, അതായത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ നമ്മളതിൽ കാണുക തിരിച്ചിട്ടാണ്. ആ തിരിച്ചിട്ടപ്പോൾ എന്താ ആ ഒരു അറ്റോ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ തട്ടുന്ന രീതിയിൽ നമ്മളതിനെ അഡ്ജസ്റ്റ് ആക്കി വെക്കണം. ഈ കറക്റ്റ് ഈ കുരിശിൻ്റെ എന്താണ് ആ ഒരു പോയിന്റിൽ തട്ടുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി വെക്കണം. ആ ഒരു നമ്മൾ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുന്ന സമയത്ത്. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഈ പറഞ്ഞ നമ്മൾ റീഡിങ്സ് എടുത്ത് തുടങ്ങുക. ആദ്യം നമ്മൾ എന്താണ് W0 നമ്മൾ ജസ്റ്റ് ഡെഡ് ലോഡ് വെച്ച് എന്നിട്ട് നമ്മൾ റീഡിങ് മെഷർ ചെയ്ത് ആയപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഇതാണ് നമ്മളെ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ സാധനം ഇതിൽ 0, 1, 2, 3 എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ 12.25. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി എന്താണ് ഒരു ബ്രോഡറായിട്ട് റീഡിങ്സ് ഉണ്ടാവും.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 12.20 ഇതിൽ എന്ത് ചെയ്യുന്നത് ആ പിന്നിനെ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് ആ റീഡിങ് ആഡ് ചെയ്ത് 12.25. അതേപോലെ വെർനിയറിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ എന്നതിനും പറയാം നമ്മളെ മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിട്ട് ഇതിനുള്ളിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഏടിയാണ് കോയിൻസൈഡ് എന്ന് വെച്ചാൽ കറക്റ്റ് കോയിൻസിഡൻസ് വരുന്നത് 31st ഡിവിഷനാണ്. അതുകൊണ്ട് നമ്മളിവിടെ 31 എഴുതി. എന്നിട്ട് ടോട്ടൽ എങ്ങനെയാണോ 12.25 പ്ലസ് 31 ഇൻറ്റു എന്നാണ് എൽ സി എന്ന് പറയുമ്പോൾ 0.001 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് 12.281 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഈ റീഡിങ്ങിൻ്റെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിങ്ങനെ എടുക്കും തോറും കുറഞ്ഞ് വരുന്നതാണ് എൻ്റെ ട്രെൻഡ്. നോക്കും 12.25 പിന്നെ 12.20 പിന്നെ 12.15 ഓരോ 0.5 വെച്ചിട്ട് കുറേ കാണുന്നുണ്ടോ അല്ല 0.05 വെച്ചിട്ട് പിന്നെ 12.10 12.05 പിന്നെ 12.00 ഞാനത് എഴുതിയൽ ഇതാണ് 12.00 അതേപോലെ 11.90 പിന്നെ 11.85 അതിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർനിയർ സ്കെയിൽ റീഡിങ്സ് ഇവിടെ കിട്ടുന്നതെല്ലാം നമ്മളിവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതേപോലെ എന്താണ് അപ്പോൾ അതിൻ്റെ എല്ലാം കണക്കിട്ട് ടോട്ടൽ കണക്കൂട്ടി. ഇനി ഇത് ഓൺ ലോഡിങ്ങിന് സോഫ്റ്റ് ലോഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് അത് തന്നെയായിരിക്കും. അതായത് നമ്മൾ ഇതിനെ ഓരോ വെയിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് 100 ഇങ്ങനെ ഇട്ടിട്ടാണല്ലോ പോയത്. ഇനി എന്ത് ചെയ്യും അതായത് കംപ്ലീറ്റ് അത് 350 വരെ വെയിറ്റിലെത്തിയിട്ട് വെക്കും നമ്മൾ അത്രയും റീഡിങ്സ് എടുത്ത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ഇവിടെ ഇല്ല അതേ റീഡിങ് ഇവിടെ എഴുതുക. എന്നിട്ട് എന്താണ് ഇവിടെ ചെറിയൊരു വെർനിയർ സ്കെയിൽ ചെറിയൊരു വേരിയേഷൻ വരും നമ്മളത് മെഷർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ അത് തന്നെ ചെയ്തു. കാരണം MSRൽ വ്യത്യാസമില്ല, പക്ഷേ VSR ചെറുതായിട്ടൊന്ന് മാറും, VSR ചെറുതായിട്ടൊന്ന് കൂടും. അപ്പോൾ എന്താ അതിന് ശേഷം പിന്നെ ഒന്ന് കുറക്കുക. അപ്പോൾ ആ റീഡിങ് മെഷർ ചെയ്യുക, പിന്നെയും ഒന്ന് കുറക്കുക, പിന്നെയും മെഷർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എന്താണ് പിന്നെ അതായത് ഇവിടുന്ന് കുറഞ്ഞ് വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ കൂടി വരുന്നതാണ് 11.85 11.9 11.95 12.00 12.05 12.10 12.15 12.20 ഇതിനർത്ഥം തന്നെ അതിൽ VSR എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ നമ്മൾ പിന്നെയും അതേ ഇക്വേഷൻ വെച്ചിട്ട് കണക്കൂട്ടി ഇത്ര. ഇനി ഇതിൻ്റെ മീൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ടോട്ടലും അതായത് ഈ രണ്ട് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുക, അതിൻ്റെ ഡിവൈഡ് ബൈ 2 ആവറേജ് എടുക്കുക. അപ്പോൾ ഇത്ര കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 എടുത്താൽ ഇത്ര ആവറേജ് കിട്ടി. അതേപോലെ ഇത് കണ്ട ഇത് രണ്ടും ആഡ് ചെയ്ത് ആവറേജ് ആഡ് ചെയ്ത് ആവറേജ് അങ്ങനെ എന്ത് ചെയ്യുക ഇവിടുത്തെ വരെ അതിൻ്റെ ആവറേജ് എടുക്കുക. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതേ പ്രോസസ്സ് എന്ത് ചെയ്യുക 40 സെൻറ്റിമീറ്ററിൽ അതായത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു 30 70 അല്ലെങ്കിൽ എന്ത് ചെയ്യുക അത് ഈ സെൻറ്റർ 50 ആണ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോഡ് നിങ്ങൾ 40 സെൻറ്റിമീറ്ററിൽ മാറ്റിയാണ് പിന്നെ 20 60 എടുത്ത് ചെയ്താലും മതി. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക വീണ്ടും ഓൺ ലോഡിങ്ങിൽ അതായത് അതാ ഞാൻ പറയുന്നത് വളരെ ലെങ്തി ആയിട്ടൊരു എക്സ്പീരിയൻസ്. കുറേ നേരം MSRും VSR എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ചത്ര എളുപ്പമില്ല പണിയൊന്നല്ല. അത് ചെയ്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. എൻ്റെ ഗ്രൂപ്പുകാരെല്ലാം വരാൻ പോയിട്ടല്ലേ അത് ചെയ്തിട്ട് അതിൻ്റെ കണ്ണെല്ലാം ചില ആൾക്കാരെല്ലാം അടിച്ചു പോയിട്ട് ഇപ്പോൾ അതൊന്നും റെഡി ആയിട്ടില്ല എന്നാണ് പറയുന്നത് പല ആൾക്കാരും ആ റീഡിങ് എടുത്ത ആൾക്കാർ. അപ്പോൾ ഇതേ സാധനം നമ്മൾ എന്ത് ചെയ്യുക 40 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൽ വെക്കുമ്പോഴും അതായത് ഓരോന്നും ഇത് എന്താണ് വെയിറ്റ് ആഡ് ചെയ്ത് പോകുമ്പോൾ അതിനാണ് കയ്യിൽ റീഡിങ്സ് നോട്ട് ചെയ്യുക. അതിങ്ങനെ കുറച്ച് വരുമ്പോൾ അതിനാണ് കയ്യിൽ ഓഫ് ലോഡിങ്ങിൻ്റെ റീഡിങ്സ് നോട്ട് ചെയ്യുക. അതിൻ്റെ ഇടയിലുള്ള VSR പിന്നെ ഇതേ നോട്ട് ചെയ്യുക, ടോട്ടൽ പിന്നെയും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ മീനിൻ്റെ സ്ഥലത്ത് ഇതിൻ്റെയും ആവറേജ് ഇങ്ങനെ എഴുതി വരിക. അപ്പോൾ അത് എന്താണ് നല്ല കാൽക്കുലേഷൻ, അത്യാവശ്യം കുറേ കാൽക്കുലേറ്ററിന് എന്താണ് ഹെവി കാൽക്കുലേഷൻ വരുന്ന പണിയാണ്. കുറേ വാല്യൂസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത കോളം ഡിപ്രഷൻ ഫോർ 4M ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഇത് എഴുതിയില്ല, അതായത് ഇവിടെ ഈ കാണുന്നുണ്ട് 4M എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനാണ് കയ്യിൽ ഇവിടെ 4M എന്നാണല്ലോ. അപ്പോൾ അതിനാണ് കയ്യിലെ മീൻ നോക്കുക. ഈ മീനിന്ന് അതായത് X4 ഇത് X4 ആണെന്ന് കൂട്ടുക, X4 X1 കുറക്കുക, X1 അല്ല X0 കുറക്കുക. ഇത് 0th റീഡിങ് 1 2 3 4 5 6 7th റീഡിങ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതേപോലെ ഇത് ഓരോ പെയർ ആക്കുക. ഇതിനൊരു പെയർ ജോഡി, ഈ 5th ഫസ്റ്റും ഒരു ജോഡി, 6th സെക്കൻഡ് ഒരു ജോഡി, 7th 4th ഒരു ജോഡി. അപ്പോൾ ഈ എന്താണ് 4th 0 ഓർക്കുക. 0 എന്ന് പറയുമ്പോൾ ഈ 0th റീഡിങ് ഓർക്കുക. X4 മൈനസ് X0 ഇത് കിട്ടും. ഈ X5 X1 കുറച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ വീണ്ടും കിട്ടും, ഓൾമോസ്റ്റ് ഇത്ര തന്നെ വാല്യൂ കിട്ടും. അതേപോലെ ഈ X6 ഈ X3 കുറക്കുന്ന സമയത്ത് ഇതേ വാല്യൂ തന്നെ കിട്ടും. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് വാല്യൂസ്. അതായത് ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതായത് X7 ഈ പറഞ്ഞ X4 കുറച്ച് കഴിഞ്ഞാൽ ഇത്ര വാല്യൂ കിട്ടും. അപ്പോൾ എന്താണ് ഇത് ഇത്രയും 4 വാല്യൂസ് ഇവിടെ എഴുതി. അതേപോലെ ഇതേ പ്രോസസ്സ് തന്നെയാണ്. അതായത് ഇത് കുറച്ചാൽ ഇത് കിട്ടും, ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇത് കുറച്ച് കഴിഞ്ഞാൽ 4th റീഡിങ് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സെയിം ആയിട്ടുള്ള വാല്യൂസ് കിട്ടുക. അപ്പോൾ എന്താണ്
ഞാൻ പറഞ്ഞ പോലെ ഡിപ്രഷൻ ഫോർ 4M നമുക്ക് ഇത്ര വാല്യൂസ് കിട്ടി. ഇനി മീൻ ഡിപ്രഷൻ അതേപോലെ ഇവിടെ നമുക്ക് അതിന് ഡിപ്രഷൻ ഫോർ 4M ആണെങ്കിൽ നമുക്ക് ഇത്ര 4 വാല്യൂസ് കിട്ടി. ഇനി മീൻ ഡിപ്രഷൻ ഫോർ 4M ഇൻ മീറ്റർ ആണല്ലേ. ഓക്കെ, ഞാൻ ഇതിവിടെ മീറ്റർ അതിനാണെങ്കിൽ ഞാൻ കൺവേർഷൻ കാണിച്ചു തരാം. അതായത് ഈ 4 റീഡിങ്സ് എടുക്കുക, എന്നിട്ട് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് ഡിവൈഡ് ബൈ 4. അതാണ് ബേസിക്കലി മീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവറേജ് കാണുക, 4 റീഡിങ്സ് ഉണ്ട്, 4 എണ്ണത്തിന് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 4. 5 റീഡിങ്സ് ഉണ്ട്, 5 എണ്ണത്തിന് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 5. ഇവിടെ ഇപ്പോൾ 4 എണ്ണം സെയിം ആയതുകൊണ്ട് എന്തായാലും എൻ്റെ ആവറേജ് ആയി അതിനെ കിട്ടാൻ പോകുന്നത്. ഇനി മീറ്ററിലേക്ക് ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ് റീഡിങ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇനി മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു ഒരു 10⁻²ൻ്റെ ഫാക്ടർ ഉണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അതേപോലെ ഇനി മീൻ ഡിപ്രഷൻ ഫോർ M, ഇത് 4M വാല്യൂ ആണ് ഇത്. അപ്പോൾ ഈ 4M M ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 കട്ടായി പോയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിന് കണക്കായിട്ട് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ അതിന് 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? അപ്പോൾ ഈ 0.21 × 10⁻² ഡിവൈഡ് ബൈ 4, ഈ 10⁻² ഇവിടെ തന്നെ കടന്നോട്ടെ. ഈ 0.21 ഡിവൈഡ് ബൈ 4 നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതിന് കണക്കായിട്ട് 0.0525 × 10⁻² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇവിടെ അതേപോലെ 4 റീഡിങ്സ് ആഡ് ചെയ്യുക, അതിൻ്റെ ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ 0.12 × 10⁻² എന്ന് കിട്ടും. ഇനി ഡിവൈഡ് ബൈ 4, കാരണം നമുക്ക് എമ്മിലേക്കില്ലതാണ് വേണ്ടത്. നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ എറർ ഓർക്കേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 4 എണ്ണത്തിന് മീനൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഡിവൈഡ് ബൈ 4 ചെയ്യുന്നത്. എന്നാൽ എററിനുള്ള സാധ്യത കുറച്ചും കൂടി കുറയും. ഇതിൻ്റെ എറർ അനാലിസിസ് എന്നും കൂടിയാണ് ഫിസിക്സിൻ്റെ ഭാഷയിൽ പറയാം. അതൊക്കെ ആക്ച്വലി പഠിക്കാനുണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 4, അപ്പോൾ എന്ത് ചെയ്ത് 0.03 × 10⁻³ എന്ന് പറഞ്ഞിട്ട് 10⁻² തന്നെ. അപ്പോൾ ഇനി L³ കാണുമോ മീറ്റർ സ്ക്വയറിൽ? അതിങ്ങനെ മീറ്റർ സ്ക്വയറിലാവുന്നത്, ഇതിനെ മീറ്ററിലേക്ക് മാറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലെങ്ത്തിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലെങ്ത്തിൻ്റെ ക്വാണ്ടിറ്റി തന്നെ. അപ്പോൾ ഡിവൈഡ് ബൈ മീറ്റർ, നമ്മളിനി മീറ്ററിലേക്ക് മാറ്റില്ല. ഇതാണ് ഈ പറയുന്ന മീൻ ഡിപ്രഷൻ ഫോർ M Y എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്, ഈ കിട്ടുന്ന വാല്യൂ. അത് നമ്മൾ ഓൾറെഡി മീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞ് ഇനി നമ്മൾ മീറ്ററിലേക്ക് ഇനി മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ മീറ്റർ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. അതാണ് അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയിട്ട് മാറാൻ കാരണം. അപ്പോൾ ഈ L³ എന്താ, അതായത് ലെങ്ത് ഇൻ മീറ്റർ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ, നിങ്ങൾ 50 അതായത് നിങ്ങൾ ലെങ്ത് ഇൻ മീറ്റർ ആണ് എഴുതുന്നത്, ജസ്റ്റ് 0.5 മീറ്റർ എന്ന് എഴുതിയാൽ മതി. അതാണ്. പിന്നെ എന്താണ് 50 സെൻറ്റിമീറ്ററിൽ ഇത് ആക്ച്വലി ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയാണ് ഇത് 50 സെൻറ്റിമീറ്റർ 0.5 മീറ്റർ എന്ന് അറിയെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 50 സെൻറ്റിമീറ്റർ 0.5 മീറ്ററാണ്. 100 സെൻറ്റിമീറ്റർ 1 മീറ്ററാണ്. 50 സെൻറ്റിമീറ്ററിൻ്റെ നേരെ പകുതി, അപ്പോൾ 0.5 മീറ്റർ. 40 സെൻറ്റിമീറ്റർ അപ്പോൾ എന്തായിരിക്കും 0.4 മീറ്റർ. അപ്പോൾ L³ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ 15 അല്ല, അതായത് 0.5 ക്യൂബ്, കാരണം നമ്മൾ SI ആണല്ലോ എടുക്കുന്നത്. അതിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ ഇവിടെ ഒരു വാല്യൂ ഉണ്ടല്ലോ y എന്ന് പറയുമ്പോൾ 0.0525 ഇൻറ്റു ഒരു 10⁻². ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 238. അതായത് 200ഉം ഒരു 250ൻ്റെ ആ ഒരു ഉള്ളിൽ റേഞ്ചിലായിരിക്കണം ഈ ഒരു വാല്യൂസ് കിട്ടേണ്ടത്. ഏകദേശം ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന വാല്യൂസൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു 220 മുതൽ 250 ആ റേഞ്ചിലൊക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് ചെയ്തപ്പോൾ ഇത് എന്താണ്, ആ കാൽക്കുലേഷൻ തന്നെ 0. ഇവിടെ എന്താണ്, ഇവിടെ ലെങ്ത്ത് മാറിയില്ല, ഇവിടെ 0.4 ആയില്ലേ. 0.4 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ y എന്താ കിട്ടിയത് 0.03 ഇൻറ്റു 10⁻². അപ്പോൾ കിട്ടുന്നത് 213 എന്ന് കിട്ടുന്നുണ്ട്. ഇതും അക്സെപ്റ്റബിൾ വാല്യൂ ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ. അടുത്തത് യങ് സ്മോളേഴ്സ് കണ്ടുപിടിക്കാനായിട്ടില്ല. Y1 ഉണ്ട്, Y2 ഉണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മീൻ വാല്യൂ ഓഫ് ആക്ച്വലി ഞാനിത് എഴുതേണ്ടത് ഇത് രണ്ടിൻ്റെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് അന്നേരം തിരിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ 2 എണ്ണം എഴുതി പോയതാണ്. നിങ്ങൾ വേണ്ടിക്കിൽ ഈ രണ്ടിൻ്റെ മീൻ കണ്ടുപിടിച്ചിട്ട് അതായത് 2 ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 വേണ്ടിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടാണ് ഉള്ളത്. ഇതാണ് നമ്മളെ തിയറിറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് എന്താണ് ഇവിടുത്തെ വരെ നമ്മൾ എത്തിച്ച് ഇനി യങ് സ്മോളേഴ്സ് കണ്ടുപിടിക്കണം. ഈ യങ് സ്മോളേഴ്സിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ക്യാപിറ്റൽ Y = mg എന്താണ് ഡിവൈഡഡ് ബൈ 4bd³. ഈ ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മാസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ ഇടുന്ന വെയിറ്റ് ആണ്. അത് നിങ്ങൾക്ക് 50 ഗ്രാം ആണെങ്കിൽ 0.05 കിലോഗ്രാം ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് 100 ഗ്രാമിൻ്റെയാണ് 0.1 കിലോഗ്രാം എന്നോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. G 9.8 ആയിട്ട് എടുക്കുക. 4 തന്നെ. B എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വെക്കുന്നതാണ് നല്ലത്. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ B എന്ന് പറയുന്ന സാധനം എന്താ, അതിൻ്റെ ബ്രെഡ്ത്താണ്. ബ്രെഡ്ത്ത് കിട്ടണമെങ്കിൽ വെർനിയർ കാലിപ്പർ റീഡിങ്ങിൽ ഈ വെർനിയർ നമ്മൾ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ എന്താണ് എഴുതി വെക്കുമല്ലോ. ഇവിടെയും ടീച്ചർ സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ കുഞ്ഞ് മിസ്റ്റേക്സ് ആണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ നമ്മൾ വെർനിയർ ഉപയോഗിച്ചിട്ട് കാലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ആ പറയുന്ന എന്താണ് ആ സ്കെയിൽ ഉണ്ടല്ലോ, ഇതാണ് സ്കെയിലെങ്കിൽ ഇതാണ് എൻ്റെ മറ്റേ ഈ പറയുന്ന വെർനിയർ. നമ്മൾ വെർനിയർ ഇങ്ങനെ ഇതാക്കി എന്നിട്ട് അതിൻ്റെ റീഡിങ്സ് നമ്മൾ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ റീഡിങ്സ് കണ്ടുപിടിക്കാൻ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഫിസിക്സ് ലാബ് കയറേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല.
അപ്പോൾ വെർനിയർ റീഡിങ് കണ്ടുപിടിക്കുക. ഓൾമോസ്റ്റ് സെയിം ഇത്ര തന്നെയൊക്കെ വാല്യൂങ്ങൾക്കും കിട്ടാൻ വഴിയില്ല. VSR നോട്ട് ചെയ്യുക, അതിനൊക്കെയായിട്ട് ടോട്ടൽ റീഡിങ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ മീൻ എടുക്കുക. 5 റീഡിംഗ് ഉണ്ട് പ്ലസ് എല്ലാം 5 ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ 2.55 സെൻറ്റിമീറ്റർ. ഇതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഒരു 10⁻² വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 0.025 അല്ലെങ്കിൽ 255 മീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ ബിയും കിട്ടി. ഇനി എന്താ, ഇവിടെ D ക്യൂബ് ഉണ്ട്. ഇതെല്ലാം ഓൾറെഡി തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാര്യം എളുപ്പം. D ക്യൂബ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്ററാണ്. ഡയമീറ്റർക്ക് നമ്മൾ സ്ക്രൂ ഗേജ് ഉപയോഗിക്കണം. സ്ക്രൂ ഗേജ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇതാണ് അതെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ഈ പറയുന്ന സ്കെയിലിനെ എന്ത് ചെയ്യുക, ഒന്ന് തിരിച്ചിട്ട് പിടിക്കുക. എന്നിട്ട് ആ ഒരു സ്ക്രൂ ഗേജിനെ എന്ത് ചെയ്യുക, അമർത്തി വെച്ചാളുക. അന്നേരം നമ്മൾ ടൈറ്റ് ആയിക്കളയുക. ഇങ്ങനെ നമ്മൾ സ്ക്രൂ ഗേജ് അങ്ങനെയല്ല, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇതിനെ ടൈറ്റ് ആക്കുമല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു PSR പിച്ച് സ്കെയിൽ റീഡിങ് ഒരു 4 ഒക്കെ കിട്ടാൻ വഴിയല്ലോ. കാരണം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന, എന്തായാലും ഞാനിത് ചെയ്യുന്നത് ഈ കൊല്ലം, നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ട് ഒരു 2 ആഴ്ച ശേഷം നിങ്ങൾ ചെയ്യുന്നത്. എന്തായാലും വലിയ വ്യത്യാസം വരും. എന്നാലും ഇത്രയൊക്കെ തന്നെ റീഡിങ്സ് വരുള്ളൂ. അതിനാണ് കയറ്റില്ല 0 കറക്ഷനും 0 കോയിൻസിഡൻസിലും നോട്ട് ചെയ്യുക. അപ്പോൾ ഫോർമുല ഉപയോഗിക്കുക. എന്നിട്ട് ടോട്ടൽ റീഡിങ് കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ കൂടുതൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ഇത് ഓൾറെഡി അറിയുന്ന കാര്യം. ഇത് +2 ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് കാര്യങ്ങൾ. ഇതിൽ 5 റീഡിങ് കിട്ടും, അതിൻ്റെ മീൻ എടുക്കുക. അപ്പോൾ 4.7 മില്ലിമീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. അത് ഞാനിവിടെ എഴുതിയില്ല. ഓക്കെ, ഇവിടെ എഴുതിയ സ്ഥിതിക്ക് ഇനി ഇവിടെ എഴുതണ്ട. അപ്പോൾ എന്താ 4.7 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.0047 മീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ എന്താ, ഞാൻ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്തത് ഇത്രയാണ്, ഇത്ര മാസമാണ്. 0.1 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.025. എനിക്ക് ഈ വാല്യൂസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ബൈ ഹാർട്ടാണ്. ഇൻറ്റു 0.0047 അതിൻ്റെ ക്യൂബ് എടുക്കണം. അതാണ് സ്ഥിതി. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് നോക്കുക. അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ചാൻസ് ആണ്. എനിക്ക് അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഇത് ഓൾറെഡി കണ്ടുപിടിച്ച് നോക്കുക. ഇതൊരു എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കിട്ടിയെന്ന് വിചാരിക്കുക. എന്തോ ഒരു പവറിൽ എന്തോ നമ്പർ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു എന്താണ് ഒരു നമ്പർ, പിന്നെ ഡോട്ട് ഡെസിമൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ആയിരിക്കും, ഇത്ര വലിയൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിന് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേം ഉണ്ടല്ലോ, അതാണ് LQ/Y എന്ന് പറയുന്ന ടേം. ഈ LQ/Y ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണോ? യെസ്. എന്താണ് LQ/Y ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. 50 സെൻറ്റിമീറ്ററിൻ്റെ കേസിൽ 235 ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടുമല്ലോ, അതിന് 238 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് LQ/Yൻ്റെ വാല്യൂ ആണ്. ഏതിൻ്റെ കേസിൽ? നമ്മളെ 50 സെൻറ്റിമീറ്ററിൻ്റെ കേസിൽ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടി. ഇത് നിങ്ങൾ സെപ്പറേറ്റ് കാൽക്കുലേറ്ററിൽ അടിക്കുക, കണ്ടുപിടിച്ച് നോക്കുക. എന്നിട്ട് അതിനെ 238. അപ്പോൾ ഇത് പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി എവിടെയെങ്കിലും പേപ്പറിൽ എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കുക ഈ ഒരു വാല്യൂ. അല്ലെങ്കിൽ എന്താ കാൽക്കുലേറ്റർ പിന്നെ എന്താണ് പവർ വലിയ പവർ വെച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ ഈ കാൽക്കുലേറ്ററിൽ എറർ വന്നുവൻ ചാൻസ് ഉണ്ട്. ആ ഡിഫോൾട്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലല്ലോ, പക്ഷേ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തനിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ട് ഇത് വെച്ചിട്ട്, ഇത് ചെറിയ നമ്പറാണല്ലോ, അപ്പോൾ വലിയ എന്താണ് മിസ്റ്റേക്ക് ഒന്നും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യുന്ന സമയത്ത് 238 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞുതരാം. 1.12 ഇൻറ്റു 10⁻10. ഞാൻ വാല്യൂസും പറഞ്ഞുതരാം. 0.5 മുതൽ എന്താണ് 1.2 ഇൻറ്റു ഒരു 10⁻10. അതായത് ഇതൊക്കെ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കണം വാല്യൂസ് വരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്താണ് കാൽക്കുലേഷൻ തെറ്റാന്ന് അർത്ഥം. ഇതിൻ്റെ ഉള്ളിൽ സാറിൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞ കാര്യം, യങ്സ് മോഡുലസിൻ്റെ വാല്യൂ 0.5ഉം 1.2ൻ്റെ ഇടയിലുള്ള റേഞ്ചിൽ അത് ഓസിലേറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുന്ന റീഡിങ് ശരിയാണ്. അപ്പോൾ ഇത് 1.12, അപ്പോൾ എന്തായാലും 1.1 എന്ന് കൂട്ടിക്കോ. ഇതിൻ്റെ ഉള്ളിലാണല്ലോ വരുന്നത്, അപ്പോൾ ചെയ്ത് ശരിയാണല്ലോ, ചെയ്ത് ശരിയാണ്. അതേപോലെ ഇവിടെ നമ്മൾ എന്താണ് എക്സ് ഇൻറ്റു നമ്മളെന്താണ് ഇത് ഇനി വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി 40 സെൻറ്റിമീറ്ററിൻ്റെ കേസിലെടുക്കുക. 40 സെൻറ്റിമീറ്ററിൽ നമ്മളൊക്കെ കിട്ടിയ LQ/Yൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഇവിടെ പോയാ LQ/Y എന്ന് പറയുമ്പോൾ ഇതാ 213 ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? എനിക്ക് വാല്യൂ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. 1.01 ഇൻറ്റു 10⁻10 ഇങ്ങനെ കിട്ടി. ഇത് ഈക്വൽ ടു Y1 ആക്കി എടുക്കുക, ഇത് ഈക്വൽ ടു Y2 ആക്കി എടുക്കുക. നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ഇത്. എന്നിട്ട് നമ്മൾ എന്താണ് ഈ റിസൾട്ട് എഴുതുന്ന സമയത്ത് ഇവിടെ റിസൾട്ട് ഉണ്ടല്ലോ, ഇവിടെ റിസൾട്ട് എഴുതുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടിക്കൽ എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തിയറിറ്റിക്കൽ മെത്തേഡിൽ രണ്ട് ലെങ്ത്തിന് സെപ്പറേറ്റ് യങ്സ് മോഡൽസ് കിട്ടുമ്പോൾ അതിൻ്റെ വേണ്ടിക്ക് ആവറേജ് എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ റിസൾട്ട് എഴുതുമ്പോൾ 50 സെൻറ്റിമീറ്റർ എഴുതിയിട്ട് തിയറിറ്റിക്കൽ ഇത്ര ഗ്രാഫ് വെച്ചിട്ട് ഇത്ര, അതായത് 40 സെൻറ്റിമീറ്റർ ഇപ്പോൾ 4 റീഡിങ്സ് കിട്ടും. 4 റീഡിങ്സ് ഇപ്പം കിട്ടും. Y1, Y2, Y3, Y4 ആ 4 നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ, അല്ലെങ്കിൽ 4 കിട്ടുമ്പോൾ 2 ജോഡിയാക്കിയിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് വേണ്ടിക്കൽ ഏത് വേണമെന്നില്ല നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ പിന്നെ നമുക്ക് 4 റീഡിങ് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് ഞാൻ 4 സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിന് ടീച്ചർ സൈൻ ഇട്ടാന്നിട്ടും. അപ്പോൾ ഇതാണ് തിയറിറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് എന്താണ് യങ്സ് മോഡൽസ് കണ്ടുപിടിക്കേണ്ട രീതി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി ഈ ടേംസ് എല്ലാം എന്താണെന്നുള്ളത്.
അപ്പോൾ ഈ ബ്രെഡ്ത്ത് വെർനിയർ കാലിപ്പർ വെച്ച് കണ്ടുപിടിക്കുക, തിക്നെസ് സ്ക്രൂ ഗേജ് വെച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താ ഈ ഒരു ഇതുണ്ടല്ലോ ഫാക്ടർ ഓൾറെഡി നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഇത്ര വാല്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനമായി, ഓക്കെ ഇതെല്ലാം കണ്ടുപിടിച്ച്. ഇനി ഇത് മാത്രം നിങ്ങൾ റീഡിങ് കാരണം ഹെവി ലെങ്ത് ആയിരിക്കും. അതാണ് തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഭാരം തീർന്നു. പിന്നെ ഇത് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് പിന്നെ ഈ കിട്ടിയ വാല്യൂ വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് എന്താണ് ഈ പറഞ്ഞ തിയറിറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട രീതി. ഞാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറേ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലെങ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് വേഗമൊന്നും തീരൂല. അപ്പോൾ അത് നമ്മൾ തിയറിറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ 2 എണ്ണം കണ്ടുപിടിച്ച് വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന റീഡിങ്സ് എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് ഒരു എന്താണ് ആ ട്രെൻഡിന് കണക്കായിട്ട് പാറ്റേൺ കണക്കായിട്ട് വരുന്നുണ്ട്. ഇത്ര തന്നെ ഓൾമോസ്റ്റ് വാല്യൂസ് നിങ്ങൾ ഈ റേഞ്ചിനുള്ളിൽ വാല്യൂസ് എന്തെങ്കിലും കിട്ടേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇനി ഗ്രാഫിൻ്റെ കളി, റീഡിങ്സ് ടു ഡ്രോ ലോഡ് ഡിപ്രഷൻ ഗ്രാഫ്. ലെങ്ത്ത് നമ്മൾ ഇതെടുത്ത് 50 എടുത്ത് 40 എടുത്ത് മാസ് ഇതേ വാല്യൂസ് ഇങ്ങനെ തന്നെ എഴുതി നമ്മളിനി എന്ത് ചെയ്യുന്നില്ല ഇവിടെ. അതായത് ഞാൻ പറഞ്ഞുതരാം, ഓൺ ലോഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എഴുതേണ്ട വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഓൺ ലോഡിംഗ് നമ്മളിവിടെ അപ്പോൾ എന്താ MSR VSR എന്ന് പറഞ്ഞിട്ട് വേറെ പെട്ടി വരികയില്ല. ജസ്റ്റ് ഈ ടോട്ടൽ മാത്രമേ എഴുതുന്നുള്ളൂ. ഈ 12.281 ഇവിടെ ഇങ്ങനെ വന്നാണ്ട, അതേപോലെ 12.216 ഇവിടെ വന്നാണ്ട്. അതായത് ഇവിടെ MSR VSR എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ വേറെ കട്ടൻ പേസ്റ്റ് ചെയ്തത് ഇവിടെ ഇല്ല വാല്യൂ ഈ ഓൺ ലോഡിങ്ങിൻ്റെ ഇതിൻ്റെ ടോട്ടലായിട്ട് ഇവിടെ എഴുതുക. അതേപോലെ ഓഫ് ലോഡിങ്ങിൻ്റെ കേസിൽ ഇവിടെ കണ്ട് ഇവിടെ ഓഫ് ലോഡിങ്ങിൽ ഇവിടെ ഒരു ടോട്ടൽ എഴുതിയാണ് 12.205. ഇവിടെ ഞാൻ 12.205 എന്ന് എഴുതിയാണല്ലോ. പിന്നെ 12.162 ആ ടോട്ടൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അവിടെ നേരെ കട്ടൻ പേസ്റ്റ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. മറ്റേ ടോട്ടൽ കട്ടൻ പേസ്റ്റ് ചെയ്ത് ഇവിടെ എഴുതുക. അതിൻ്റെ മീൻ എന്താ, അതിൻ്റെ മീൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ട് ഈ മീനിൻ്റെ ടേബിളും മീനിൻ്റെ വെട്ടിയും എന്ത് ചെയ്യുക കട്ടൻ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതേ പ്രോസസ്സ് 40 സെൻറ്റിമീറ്ററിൻ്റെയിലും ഓൺ ലോഡിങ്ങിൻ്റെ ടോട്ടൽ കട്ടൻ പേസ്റ്റ് അല്ല കോപ്പി പേസ്റ്റ്, ഓഫ് ലോഡിങ്ങിൻ്റെയും കോപ്പി പേസ്റ്റ്, മീനും എന്ത് ചെയ്യുക കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈ ലോഡ് ഇൻ ഗ്രാമിൻ്റെ ഇത് 50 ഗ്രാം 100 ഗ്രാം അത് ഗ്രാമിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ 150 ഗ്രാം 200 ഗ്രാം 250 ഗ്രാം 300 ഗ്രാം 350 ഗ്രാം, അതേപോലെ 50 100 150 200 250 300 350. ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റീഡിങ്സ് എടുക്കുമ്പോൾ X4 മൈനസ് X0 X5 മൈനസ് X1 എല്ലാം പറഞ്ഞിട്ടല്ലേ എടുത്തത്. ഇവിടെ പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ X0 നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ X1 മൈനസ് X0 ഒരു വാല്യൂ കിട്ടും, X2 മൈനസ് X0 അതായത് ഇതാണ് നമ്മളെ ഈ പറയുന്ന മൈനസ് ചെയ്യുന്ന എപ്പോഴും ഈ X0 എന്നുള്ള ടേമാണ്. അപ്പോൾ ഇതിന്ന് ഇത് ഓർക്കുക, അത് ഫസ്റ്റത്തെ റീഡിങ് ഫസ്റ്റത്തെ ഡിപ്രഷന്. ഈ സെക്കൻഡത്തേന്നും ഈ പറയുന്ന X0 തന്നെ കുറക്കുക. 12.13 മൈനസ് 12.24 നിങ്ങൾ അപ്പോൾ മൈനസ് സൈനൊക്കെ വരും, അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. 0.11 നെഗറ്റീവ് സൈനൊന്നും എടുത്തിടാൻ പാടില്ല, കാരണം ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് അല്ല, അത് പൊട്ടത്തെറ്റേപ്പിങ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. വെറുതെ ഡീസൽ എടുക്കുന്ന സൈന് കിട്ടാണ്ടായിപ്പോൾ അങ്ങനെ മൈനസ് സൈനൊന്നും വെറുതെ ചേർക്കരുത്. ആബ്സല്യൂട്ട് വാല്യൂ അതായത് മോഡുലസ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യില്ല, നെഗറ്റീവ് സൈൻ അങ്ങ് ഒഴിവായിക്കളാം. ഞാൻ അതാ ഉദ്ദേശിച്ചിരുന്നത്. ഇതിന്ന് ഇത് കുറക്കുക, അപ്പോൾ 0.15 കിട്ടും. ഫോർത്തുനിന്ന് പിന്നെയും എന്താണ് 12.24 തന്നെ കുറക്കുക, അപ്പോൾ ഇത്ര കിട്ടും. ഫിഫ്ത്തുനിന്ന് 12.24 തന്നെ ഓർക്കുക, അപ്പോൾ ഇത്ര കിട്ടും. സിക്സ്ത്തുനിന്നും എന്ത് ചെയ്യുക 12.24 തന്നെ ഓർക്കുക, 0.3 കിട്ടും. ലാസ്റ്റത്തേന്നും എന്താണ് X7 മൈനസ് X0 0.32. അപ്പോൾ നിങ്ങൾക്ക് 6 റീഡിങ്സ് കിട്ടിയല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ട് എന്ത് ചെയ്യണം, അതേ പ്രോസസ്സ് തന്നെയാണ് വീഡിയോ. X1 നിന്ന് X0 കുറക്കുക, അപ്പോൾ ഇത്ര. X2 നിന്ന് X0 കുറക്കുക, അപ്പോൾ ഇത്ര. X3 നിന്ന് X0 കുറക്കുക, അതായത് 12.22 ആണ് നമ്മൾ എപ്പോഴും കുറക്കുന്നത്. ഇത് മൈനസ് ഇത് മൈനസ് ഇത് മൈനസ് ഇത് മൈനസ് ഇത് മൈനസ് അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ്ങിൽ റീഡിങ്സ് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ യങ്സ് മോഡുലസ് നോൺ യൂണിഫോം ബെൻഡിങ് ലോഡ് ഡിപ്രഷൻ ഗ്രാഫ് ഒരു 50 സെൻറ്റിമീറ്റർ അതേപോലെ എന്ത് ചെയ്യണം 40 സെൻറ്റിമീറ്ററും വരക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ എക്സ് ആക്സിസിൽ ലോഡ് വരച്ച് 50 100 150 200 250 പിന്നെ 300 350. ഡിപ്രഷനിൽ ഞാൻ എടുക്കുന്ന സ്കെയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങളുണ്ട് 0.06 പിന്നെ 0.1 ഒരു 0.05 വെച്ചിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ്. അപ്പോൾ എന്നാൽ ഞാൻ 0.05 സെൻറ്റിമീറ്റർ അതിൻ്റെ ഓരോ 10 ഡിവിഷൻ ആക്കി എടുത്ത്. അപ്പോൾ എന്നാൽ 0.05 0.10 0.15 0.20 അല്ല 0.20 0.25 0.30 0.35. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 50 കറസ്പോണ്ടിങ് ആയിട്ട് 0.6 ആയിരുന്നു ഓൾമോസ്റ്റ് 0.06 ആയിരുന്നു ഓൾമോസ്റ്റ് കിട്ടുക. അത് ഞാൻ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്ത്. 100 കറസ്പോണ്ടിങ് ആയിട്ട് 0.10 കിട്ടി. 150 കറസ്പോണ്ടിങ് ആയിട്ട് 0.15. അതിനാണെങ്കിൽ ഓരോന്നിനാണക്കായിട്ട് വാല്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോയിൻറ്റ്സും കറക്റ്റ് ഒരു ഇത് സ്ട്രെയിറ്റ് ലൈന് കിട്ടുന്നില്ല. 1-2 അപ്പുറത്തിപ്പുറത്തിലായി കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ഷിഫ്റ്റ് ആയി പോലും പ്രശ്നമില്ല. പക്ഷേ ഓൾമോസ്റ്റ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എടുക്കേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ട 0.3 to 0.2 ഇത്ര ഡിസ്റ്റൻസിൽ ഒരു ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്. അതേപോലെ ഇതിപ്പോൾ എത്ര ഉണ്ട്
ഇത് 250 പിന്നെ 300, അതായത് എന്താണ് ഇതൊരു 100 ഉണ്ടല്ലേ, 100ഉം പിന്നെ 0.15. ഓക്കെ, ഞാൻ ഇത്ര ഡിസ്റ്റൻസ് എടുത്ത് അപ്പോൾ ഇത് 100 ഉണ്ട്. ഈ 0.1 ടു 0.3, 0.2 ടു 0.3 എന്ന് പറയുമ്പോൾ 0.1ൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ പൊതുവെ സ്ലോപ്പ് ഇത് ബൈ ഇത് എടുക്കും, പക്ഷെ അവിടെ അങ്ങനെയല്ല, ഇവിടെ m/y ആണ് സ്ലോപ്പ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ഇക്വേഷനിൽ എന്താണ് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് റീഅറേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ വരുമെന്ന് വെച്ചാൽ GL³ ഡിവൈഡഡ് ബൈ 4BD³ ഇൻറ്റു m/y. അല്ലടോ, ഇതെന്ത് വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ ആദ്യം എഴുതിയ ഇക്വേഷൻ തമ്മിൽ ഈ ഇക്വേഷൻ തമ്മിൽ എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? ആദ്യത്തെ എഴുതിയ ഇക്വേഷൻ mg4BD³ ഇൻറ്റു L³/y. ഇവിടെ ഇല്ല. ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ ഈ എമ്മിന് വൈനെ ഒരുമിച്ച് ക്ലബ്ബാക്കി, ഇത് കണ്ട, എമ്മിനും വൈനെ ഒരുമിച്ച് ക്ലബ്ബാക്കിയിട്ട് പെട്ടിനുള്ളിലാക്കി. ബാക്കി എല്ലാ ടേംസിനും എന്ത് ചെയ്ത് GL³ ഡിവൈഡ് ബൈ 4BD. അത്രയും ഞാൻ ചെയ്തിട്ടില്ലോ. m/y നമുക്കറിയില്ല. m/y നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് ആ സ്ലോപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. അതാണ് ഞാൻ ചെയ്തത്. ഈ m/yനെ ഞാൻ ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്തിട്ടാണ്, അങ്ങനെയാണ് ഞാൻ ഇക്വേഷനെ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തത്. അപ്പോൾ GL³ അപ്പോൾ 50 എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഇതെങ്ങനെ വരും? 9.8 ഇൻറ്റു, അപ്പോൾ 50 സെൻറ്റിമീറ്ററിൻ്റെ കേസാണെങ്കിൽ എന്താണ് 0.5 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4 ഇൻറ്റു 0.025 ഇൻറ്റു തിക്നെസ് എന്ന് പറയുമ്പോൾ 0.0047 ഇതിൻ്റെ ഹോൾ ക്യൂബ് എടുക്കണം. ഇത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് നോക്കുക. ഇതൊരു എന്താണ് ഞാൻ പറഞ്ഞാൽ കാൽക്കുലേറ്ററിൻ്റെ എറർ കാൽക്കുലേറ്ററിന് പറ്റാവുന്ന മിസ്റ്റേക്ക് ഓർക്കേണ്ടിയിട്ടാണ്. അത് എക്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടുവെക്കുക. ഇൻറ്റു ഈ m/y ഉണ്ടല്ലോ, m/y നമുക്ക് സ്ലോപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞില്ല, m/y എന്ന് പറയുമ്പോൾ AB/BC. ഇവിടെ എത്ര ഉണ്ട്? 100. അപ്പോൾ 100 എന്ന് മാത്രം എഴുതിയാൽ മതി, പോരാ. കാരണം ഇതെന്താ ഗ്രാമിലാണ്. അതിന് SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10⁻³ ഇവിടെ കണ്ട 0.3, 0.2 ഇത്ര ഡിഫറൻസ് എന്ന് പറയുന്നത് 0.1ൻ്റെ ഡിഫറൻസ്. അപ്പോൾ 0.1 മാത്രം എഴുതിയാൽ പോരാ, ഇത് സെൻറ്റിമീറ്ററിലാണ്. മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻². ഇവിടെ കണ്ട ഇതിങ്ങനെ 10⁻², 10⁻1 കട്ടായി. അപ്പോൾ ഇതൊന്ന് കട്ടായി. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? ഒരു 10⁻1. മുകളിൽ കയറുമ്പോൾ എന്താണ് 10 ആയിട്ട് വരും. അപ്പോൾ 10 × 10 100 ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ x × 100 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ m/yൻ്റെ വാല്യൂ 100 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ പറഞ്ഞാൽ y3 എന്ന് പറയുന്നത് 1.17 ഇൻറ്റു 10⁻10. ഈ വാല്യൂം അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്താ, ഇത് 1.1 ആയിട്ടില്ല ഇപ്പോഴും, 1.1. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 0.5 ടു 1.2ൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഇതും വരുന്നത്. അപ്പോൾ ഇതും കുഴപ്പമില്ല. ഈ വാല്യൂ നമുക്ക് അത് എത്രയാണ് അതിൻ്റെ യൂണിറ്റ്? Nm/m². അതല്ല നിങ്ങൾ ഇവിടെ ഇതാണ് Nm/m. എല്ലാത്തിനും യൂണിറ്റ് അവിടെ കറക്റ്റായിട്ട് വേണ്ടെടുക്കൽ യൂണിറ്റിൽ എഴുതിക്കോളാം. അതേപോലെ നമ്മൾ എന്താണ് 40 സെൻറ്റിമീറ്ററിൻ്റെ ഗ്രാഫിൽ ആ കാൽക്കുലേഷനിൽ ഇവിടുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ രീതി. ഞാൻ പറയില്ലേ, GL³ 9.8 ഇൻറ്റു ഇതിപ്പോൾ ലെങ്ത്ത് 0. അതായത് 40 സെൻറ്റിമീറ്ററാണ്, 0.4ൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ 4 ഇൻറ്റു 0.025 ഇൻറ്റു 0.0047 അതിൻ്റെ ഹോൾ ക്യൂബ്. ഈ m/y ഇവിടെ വാല്യൂ ഇവിടെ കിട്ടുന്നത് നമ്മൾ എന്താണ്, നമ്മളിവിടെ അതിന് കറസ്പോണ്ട്, അതായത് ഇവിടെ നമ്മളിതില്ല, ഇവിടെ ഈ വാല്യൂസ് അല്ല. അപ്പോൾ ഇവിടെയും എന്താണ് ഒരു 0.05ൻ്റെ ഫാക്ടറാണ്. ഇവിടെ നമ്മൾ 50, 100 എന്നെല്ലാം മാറി ചെയ്ത് ഇവിടെ 0.05, 0.10 അതേ സ്കെയിൽ തന്നെ പിന്നെ എടുത്ത്. ഇവിടെ കുറച്ചും കൂടി താഴെയായിട്ട് റീഡിങ് കിട്ടുന്നത് 0.02 കിട്ടുന്നത് ഫസ്റ്റ് റീഡിങ് 50. പിന്നെ ഇങ്ങനെ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു ഇത് കണ്ട ഇവിടെ ഒരു 1-2 പോയിൻ്റ് ഒന്നും കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. ഇതിലൊക്കെ ആക്ച്വലി പുറത്താണ്. അവനൊന്ന് ഉള്ളിലാന്ന് കാണിക്കേണ്ടി ഒരു വെറുതെ ഒരു വര വരച്ചാൽ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിക്ക് പുറത്തായിട്ടാണ്, കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഒരു വര വരച്ച് അതിന് വേണ്ടിയിട്ട് 7 റീഡിങ്സ് എല്ലാം എടുക്കുന്നത്. കുറച്ചൊരു 5 റീഡിങ്സ് എങ്കിലും ഒന്ന് ലൈനിലാവേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് 4 ഒന്ന് ലൈനിലാവേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വരച്ച് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് സ്ലോപ്പ് എടുത്ത്, അപ്പോൾ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് m/y, അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ് ഇൻറ്റു 10⁻³ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞുതരാം, 0.05 ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ 0.05 ഇൻറ്റു 10⁻², കാരണം ഇത് സെൻറ്റിമീറ്ററാണ്, മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താണ് 10⁻². ഇത് ചെയ്യുന്ന സമയത്ത് 200 എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എഴുതി, ഇവിടെ നമുക്കൊരു എക്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്പോൾ നമുക്ക് എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ലെങ്ത്ത് മാറുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ 9.8 ഇൻറ്റു 0.4 അതിൻ്റെ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4 ഇൻറ്റു 0.025 ഇൻറ്റു 0.0047. ഞാൻ എറർ കുറക്കേണ്ടിയിട്ട് നിങ്ങൾക്ക് ശരിക്കും വാല്യൂ കിട്ടണം. ഞാൻ കുറേ പ്രയാസപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ തനിയെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് കുറച്ചും കൂടി എന്ത് ചെയ്യുക ആൻസർ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുക. ഇത് കാൽക്കുലേറ്ററിൽ ഓൾറെഡി കണ്ടുപിടിച്ച് നോക്കുക. എക്സ് ഇൻറ്റു നമുക്കിപ്പോൾ കിട്ടിയ സ്ലോപ്പ് എത്ര? 200. ഇത് ചെയ്തപ്പോൾ ഇത് കണ്ട 1.20 ഇൻറ്റു എന്താണ് 10⁻10. ഈ വാല്യൂ അക്സെപ്റ്റബിൾ ആണ്. ഇത് കണ്ട 1.2 കറക്റ്റ് 1.2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1.2 എന്ന് പറയുന്നത് അപ്പോൾ ആ വാല്യൂ അക്സെപ്റ്റബിൾ ആണ്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് എനിക്ക് 2 യങ് സ്മോളേഴ്സ് കിട്ടി. ഇവിടെ ഞാൻ Y3 എഴുതി, ഇവിടെ ഞാൻ ആ പറയുന്ന Y4 എഴുതി. അമ്പോ എൻ്റെ തൊണ്ട പോയി. ഇനി എന്ത് ചെയ്ത് ഇതാ ഞാനിവിടെ യങ് സ്മോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് Y3 = 1.17, Y4 = 1.2 × 10⁻10. ഇവിടെ നിങ്ങൾ ഈ ഫിഗറെല്ലാം വരച്ച് വെക്കേണ്ടതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ വെർനിയർ ഓൾറെഡി ചെയ്ത് വെക്കുക. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. സ്ക്രൂ ഗേജും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വെക്കുക. നിങ്ങൾ ഈ റീഡിങ് എടുക്കുന്ന മുമ്പ് തന്നെ കണ്ടുപിടിച്ച് വെക്കുക. പിന്നെ ഇത് വേണ്ടിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുക, ഞാൻ ഈ പറഞ്ഞില്ല ഇവിടെ കുറച്ച് ലാസ്റ്റ് റീഡിങ്സ്, അതായത് വാല്യൂ ഓഫ് എം 0. നമ്മൾ ആക്ച്വലി ഈ കേസിൽ എന്താണ് 0.1 kg അല്ല നമുക്ക് കിട്ടിയത്, നമുക്ക് 0.05 15 വെച്ചിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ കേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത്, നിങ്ങൾ കിട്ടുന്ന ആ വെയിറ്റ് ഇടുന്നത് നിങ്ങൾ ടീച്ചറെ അടുത്ത് ചോദിക്കണേ, അത് ആ വെയിറ്റ് എത്രയാണ്, 50 gram ആണോ, അല്ലെങ്കിൽ ഒരു കട്ട പോലത്തെ സാധനമില്ല നമ്മുടെ റൗണ്ട്, ഏകദേശം റൗണ്ട് ആയില്ല, അത് 50 gram ആണോ അത് 100 gram, അതിന് കണക്കായിട്ടാണ് നിങ്ങൾ ഈ മാസ് ഇവിടെ എഴുതേണ്ടത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറയാം. മീൻ വാല്യൂ ഓഫ് L3/y, ഇത് തിയറിറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഏത് ഇവിടെ ഒന്നും കാണുന്നില്ല. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇത് രണ്ടിൻ്റെ ആവറേജ് എടുക്കുക, എന്നിട്ട് ഒരു വാല്യൂ ഇവിടെ എഴുതുക, മീറ്റർ സ്ക്വയറിൽ എഴുതുക. രണ്ടിൻ്റെ ആവറേജ് എടുത്തിട്ട് ആ ആവറേജാണ് 225.5. ബ്രെഡ്ത്ത് ഇത്ര മീറ്റർ, തിക്നെസ് ഇത്ര മീറ്റർ, യങ് സ്മോൾനെസ് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കണ്ടുപിടിക്കുമ്പോൾ ഇത് 1.06 × 10⁻10. ഇതിപ്പോൾ 5th റീഡിംഗ് ആണ്. ഇപ്പോൾ ഇത് Y5 എന്നായിട്ട് ഞാൻ വിളിക്കേണ്ടി വരും. 5ാമത്തെ റീഡിംഗ് നമ്മൾ യങ് സ്മോൾനെസ് വെച്ച് കണ്ടുപിടിച്ച് അതും എന്ത് ചെയ്ത് ആ പറഞ്ഞ റേഞ്ചിനുള്ളിൽ കിട്ടി. അപ്പോൾ ഇതാ ഞാൻ പറയാം, നല്ല ലെങ്ത് എക്സ്പെരിമെൻ്റ് ആണ്, നല്ല അത്യാവശ്യം ചെയ്യാൻ നല്ല പണിയുണ്ട്. പറഞ്ഞ സ്റ്റെപ്പിൽ മനസ്സിലേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനാണെങ്കിൽ ഒരു 2 ഗ്രാഫും വേണം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ റിസൾട്ടിൽ പറ്റുമെങ്കിൽ 4 റീഡിങ്സ് എഴുതി കാണിക്കുക, നമ്മളെ ഒരു അച്ചീവ്മെൻറ്റ് കാണിക്കേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെയും കൂടിയിട്ട്, അതായത് ഇതിൻ്റെയും കൂടിയിട്ട് ആവറേജ് എടുത്തിട്ട് ഇവിടെ എഴുതുക, ഇത് ഗ്രാഫിൻ്റെ 2ൻ്റെ ആവറേജ് എടുത്തിട്ട് ഇവിടെ എഴുതുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഏത് നിങ്ങൾക്ക് വേണ്ട അതുപോലെ ചെയ്തോ. 4 എഴുതിക്കണം, 4 എഴുതിക്കോ. അല്ലെങ്കിൽ 2 തിയറിറ്റിക്കലിൻ്റെ 2 മെത്തേഡിലും, അതായത് 50 cm 40 cm തിയറിറ്റിക്കൽ ആവറേജ് എടുത്തിട്ട് അതും ഒരൊറ്റ വാല്യൂ ആയിട്ട് എഴുതുക. ഈ ഗ്രാഫിക്കലെ 50 cm 40 cm ഗ്രാഫിൻ്റെ 2 വാല്യൂം ആവറേജ് ആയിട്ട് അത് വേണ്ടിക്കിൽ ഇവിടെ എഴുതുക. ഏത് വേണ്ടിക്ക് നിങ്ങൾ ചെയ്തോ. ഇത്രയൊക്കെ എക്സ്പെരിമെൻറ്റിലും നിങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യുക.